വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു. നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യ് തന്നെ അങ്ങ് ഒഴിക്കാം. 5-6 ഏലക്ക ഇട്ടു, ഗ്രാമ്പു ഇട്ടു. ഗ്രാമ്പു ഒരു 3 എണ്ണം മതി. സാജീരകം 1 ടീസ്പൂൺ ഇട്ടു. അതിൻ്റെ കൂടെ സവാളയും കൂടി ഇടുക, പൊടിയായിട്ടരിഞ്ഞ സവാള. നല്ലപോലെ ഇളക്കി സവാള ഒന്ന് വഴന്ന് വരണം, മൂക്കുമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെയാണിത്. ക്യാരറ്റും ബീൻസും തക്കാളി, വേറൊന്നും ഇന്ന് എടുത്തിട്ടില്ല. കൂൺ വേണ്ടവർക്ക് കൂൺ എടുക്കാം. കോളിഫ്ലവറോ കാബേജോ ഒക്കെ ഇടാം. ഞാൻ ഇതേ ഉള്ളായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ, അത് ഞാൻ ഇട്ടു. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് 3 പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചതും ഇട്ട് നല്ലപോലെ വഴറ്റണം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നിട്ടാണ് തക്കാളി ഇടുന്നത്. ഉപ്പ് ആവശ്യത്തിനിടാം. ഇപ്പോഴൊന്നും വെള്ളം ഇപ്പോഴൊന്നും ഒഴിക്കത്തില്ല, ഒന്ന് വേകണം. പക്ഷേ അത് കുരുമുളകും പെരുംജീരകവും കൂടെ പൊടിച്ചത് ഓരോ ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടത്. തൈര് 1/4 കപ്പ്, പുളിയുള്ള തൈര്, അതുകൊണ്ട് 1/4 കപ്പ് ഒഴിച്ച്. അല്ല വേണമെങ്കിൽ പുളി ഇല്ലെങ്കിൽ ശകലം കൂടി ഒഴിക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുക. അല്ല ഒരുപാട് വെള്ളം വേണ്ട, ഒന്ന് ഇരുന്ന് വേകാൻ. ഈ സമയത്ത് ശകലം മല്ലിയിലയും കൂടെ ഇടണം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വലിയ വേവൊന്നുമില്ല, ഇത്ര നേരം ഇളക്കിക്കൊണ്ടിരുന്നപ്പം തന്നെ വേവായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അധികം വേവില്ല. പിന്നെ ഇത് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടത്. ഇനി ചോറായിരുന്നത്. ചോറ് വെച്ചത് ഞാൻ കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അരി വെച്ചപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അത് കഴിഞ്ഞ് അതുകൊണ്ട് അരി വയ്ക്കുന്ന കാണാൻ ഞാൻ. ചോറിന് ഒരു ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഏലയ്ക്ക ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ചോറ് ഒരു 3/4 വേവായപ്പോൾ ഊറ്റി വെച്ചു. അതുകൊണ്ടാണ് ചോറ് കാണിക്കാതെ വന്നത്. ചോറൊക്കെ പരുവത്തിന് വെന്തതാണ്. ഇനി അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഞാൻ ദമ്മൊന്നും ഇടുന്നില്ല, നല്ലപോലെ ഇളക്കി യോജിപ്പിക്കത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ശകലം മല്ലിയില ഇടുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണേൽ ചേർക്കാം. ചോറിനകത്തും ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മല്ലിയിലയും കൂടെ ഇടുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഇതാണ് എൻ്റെ വെജിറ്റബിൾ പുലാവ്.